എല്ലാവർക്കും നമസ്കാരം. പിന്നെ ദിവസവും രാവിലെ നടക്കാൻ പോകുന്നൊരു ശീലമുണ്ട് എനിക്ക്. കഴിഞ്ഞ കുറച്ച് നാളുകൾ മുമ്പ് നടന്നൊരു സംഭവമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഏകദേശം 2 മാസം മുമ്പ് രാവിലെ പതിവ് പോലെ ഞാൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് ഒരു പെൺകുട്ടി വെച്ചാൽ എന്നേക്കാൾ ഒരു 3-4 വയസ്സ് ചെറുതായിരിക്കും, ഒരു പെൺകുട്ടി അതിൻ്റെ അമ്മയും കൊണ്ട് നടന്നു വരുന്ന ഞാൻ കണ്ടു. അമ്മക്ക് തീരെ വയ്യ, നടക്കാൻ പറ്റുന്നില്ല, മുഖത്താണെങ്കിൽ ഭയങ്കര ടെൻഷനും. ആ അമ്മയെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഈ മകളിങ്ങനെ നടന്നുകൊണ്ട് വരുന്ന കണ്ടു. അമ്മനോട് എന്തൊക്കെയോ തമാശകളും വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അമ്മ ചിരിക്കുന്നേ ഇല്ല. അമ്മ വല്ലാത്തൊരു ടെൻഷനില്ല. ആ അമ്മയും കൊണ്ട് ഒരു 3-4 റൗണ്ട് ഇങ്ങനെ നടക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എന്തോ ടെൻഷനിലാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ഒട്ടും തന്നെ നടക്കാനും പറ്റുന്നില്ല, മുഖത്തൊക്കെ ഭയങ്കര ടെൻഷനും. പക്ഷേ ഈ മകള് ആ അമ്മയെ മാക്സിമം സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടുണ്ട്, എന്തൊക്കെയോ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടുണ്ട്. അപ്പം അങ്ങനെ പിറ്റേ ദിവസം ഞാനങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും ഞാൻ നടക്കാൻ വരുമ്പം ഇവരെ ഞാൻ സ്ഥിരമായിട്ട് കാണാൻ തുടങ്ങി, ഈ അമ്മയും മകളെയും. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും അമ്മയുടെ ആ ഒരു ഹെൽത്തിലും ഒരു ചേഞ്ച് ഞാൻ കണ്ടു. അതുപോലെ തന്നെ അമ്മൻ്റെ മുഖത്ത് ഒരു സന്തോഷം ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് ഞാൻ കണ്ടു. ഈ മകള് ഈ അമ്മനെ ഇങ്ങനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, തമാശകളും ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ച് അമ്മയെ മാക്സിമം ഹെൽത്തി ആക്കി മാറ്റുന്നൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു ഓരോ ദിവസം കഴിയുന്തോറും. അങ്ങനെ ഞങ്ങളോടൊക്കെ ചിരിക്കാൻ തുടങ്ങി അമ്മ. അതുവരെ ഞങ്ങളൊക്കെ മുന്നിലൂടെ നടന്നു പോകുമ്പം ഒന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യാത്ത അമ്മ പിന്നെ നടന്നുകൊണ്ട് പോകുമ്പം ഞങ്ങളെ കാണുമ്പോൾ നിന്ന് സംസാരിക്കാനൊക്കെ തുടങ്ങി. മലയാളി അല്ലായിരുന്നിട്ടും ഞാനൊരു മലയാളിയാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ മലയാളത്തിൽ തന്നെ എന്നോട് സംസാരിക്കുമായിരുന്നു. ആ അമ്മൻ്റെ മുഖത്തൊരു തെളിച്ചം ഞാൻ കണ്ടു, ഒരു വെളിച്ചം ഞാൻ കണ്ടു. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ആ അമ്മൻ്റെ ഹെൽത്ത് ഇങ്ങനെ ഇമ്പ്രൂവ് ആയി. അവസാനമാകുമ്പോൾ ഞാൻ കണ്ടെന്താണെന്ന് വെച്ചാൽ, ആ അമ്മയും മകളും ഒരേപോലെ തന്നെ, ഒരേ വേഗതയിൽ, ഒരേ ഉഷാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൂട്ടുകാരെ പോലെ ചിരിച്ച് കളിച്ച് വരുന്നൊരു കാഴ്ച ഞാൻ കണ്ടത്. അത്രയും ടെൻഷനോട് കൂടിയിട്ട് ഒട്ടും തന്നെ വയ്യാതിരുന്ന ആ അമ്മയെ ഏകദേശം 1 മാസം 1.5 മാസം കൊണ്ട് ആ മകള് ഒരുപാട് മോട്ടിവേഷൻ കൊടുത്തും ഒരുപാട് നടത്തിച്ചും മാക്സിമം, അതായത് വളരെ സ്ലോ ആയിട്ടാണ് ആദ്യമൊക്കെ ആ അമ്മ നടക്കുന്നത്. അതിനനുസരിച്ച് ഈ മകളും അത്രയും സ്ലോ ആയിട്ട് ആ അമ്മയെ കൺട്രോൾ ചെയ്ത് നടക്കണം. അങ്ങനെ നടന്ന് ആ അമ്മയെ നല്ലൊരു ഹെൽത്തി ആയിട്ട് മാറ്റി. ഏകദേശം 1-1.5 മാസം കൊണ്ട് ആ അമ്മ കംപ്ലീറ്റ്ലി ഹെൽത്തി ആയിട്ട് മാറി. നമ്മളോടൊക്കെ ഒരുപാട് സംസാരിക്കുമായിരുന്നു, കാണുമ്പോഴൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. ആ രീതിയിൽ ആ അമ്മ മാറി. അങ്ങനെ ഏകദേശം ഒരു കുറേ നാൾ കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ദിവസം അമ്മയെ കാണുന്നില്ല, ഈ മകളെയും കാണുന്നില്ല. അപ്പോൾ നമ്മൾ പാർക്കിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ഞങ്ങളിങ്ങനെ നോക്കും, എന്താ കാണുന്നില്ലല്ലോ. 1 ദിവസവും കഴിഞ്ഞു, 2 ദിവസവും കഴിഞ്ഞു, 3 ദിവസവും കഴിഞ്ഞു. അങ്ങനെ ഏകദേശം ഒരാഴ്ചത്തോളം അമ്മയും ആ ഒരു മകളെയും കണ്ടിട്ടേ ഇല്ല. പെട്ടെന്നൊരു ദിവസം മകള് മാത്രമുണ്ട് പാർക്കിലേക്ക് വരുന്ന കാണുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇങ്ങനെ കണ്ടപ്പോൾ എന്നെ കണ്ടപ്പോൾ ചിരിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, അമ്മ എവിടെയെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഓരോ സംഭവങ്ങൾ ഇങ്ങനെ എന്നോട് പറയുന്നത്. കുറേ നേരം എന്നോട് സംസാരിച്ചു. അപ്പോൾ അവർ പറയാം, ചെറിയ പ്രായത്തിൽ അച്ഛൻ വിട്ടിട്ട് പോയതാണ്. ലക്ഷ്മി എന്നായി പെൺകുട്ടീൻ്റെ പേര്. ലക്ഷ്മീൻ്റെ അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ ഇവരെ വിട്ടു പോയതാണ്. പിന്നെ ഈ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് പല ജോലികളും ചെയ്തിട്ടാണ് ഈ ലക്ഷ്മിനെ വളർത്തിയത്. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് അധ്വാനിച്ചത് കൊണ്ട് തന്നെ അമ്മൻ്റെ ഹെൽത്ത് ഒരുപാട് വീക്കായി തുടങ്ങി. അങ്ങനെ മകളെ കല്യാണം കഴിപ്പിച്ചയച്ചു, നല്ലൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചയച്ചു. അങ്ങനെ കുറേ നാൾ ലക്ഷ്മി ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഉണ്ടായിരുന്നത്, ഇവിടെയല്ല, വേറൊരു സ്ഥലത്താണ്. ആ ഇടയ്ക്കാണ് അമ്മയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ വയ്യാതായത്. അമ്മയുടെ ഹെൽത്ത് കംപ്ലീറ്റ് വീക്കായി തുടങ്ങിയത്. ഇതറിഞ്ഞ ലക്ഷ്മിക്ക് അവിടെ ഭർത്താവിൻ്റെ വീട്ടിൽ ഇരിപ്പുറക്കുന്നില്ല. കാരണം ലക്ഷ്മി ചിന്തിക്കുന്നുണ്ട്, ആയ പ്രായത്തിൽ എന്നെ അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് ഇന്ന് ഈ അവസ്ഥയിലാക്കി നിൽക്കുന്ന അമ്മയ്ക്ക്, അങ്ങനെ അമ്മ വയ്യാതെ കിടക്കുന്ന സമയത്ത് ഞാൻ തന്നെയല്ല അമ്മയെ നോക്കേണ്ടത് എന്നുള്ളൊരു ചിന്ത ലക്ഷ്മീൻ്റെ ഉള്ളിലുണ്ടായി.
ഹസ്ബൻഡിൻ്റെ വീട്ടുകാരോട് പറഞ്ഞു അമ്മക്ക് തീരെ വയ്യ, എൻ്റെ സഹായം കൂടിയേ തീരൂ എന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാർ സമ്മതിച്ചില്ല, പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്കിപ്പോൾ നിങ്ങളെക്കാൾ വലുത് എൻ്റെ അമ്മയാണ്. കാരണം അമ്മ ഇല്ലെങ്കിൽ ഞാനിന്ന് ഇവിടെ ഇല്ല. ഇന്ന് ഞാൻ കല്യാണം കഴിച്ച് ഇവിടെ ഈ വീട്ടിൽ ഇത്രയും സുഖമായിട്ട് ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരി അമ്മയാണ്. ആ അമ്മയെ ഒറ്റക്കാക്കിയിട്ട് എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് ആ മകൾ അവിടെ നിന്ന് ഇറങ്ങി അമ്മയുടെ അടുത്തേക്ക്. അങ്ങനെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെയും വേണ്ടാന്ന് വെച്ചിട്ട് ഈ അമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് 1 മാസത്തിൽ കൂടുതൽ ഈ മകൾ ഈ പാർക്കിൽ വന്ന് ഒരുപാട് കാര്യങ്ങൾ പലതരത്തിൽ എക്സസൈസ് ചെയ്യിപ്പിച്ച് പല കഥകൾ പറഞ്ഞു കൊടുത്ത് ഒരു കൂട്ടുകാരിയെ പോലെ ചേർത്ത് നിർത്തിയിട്ട് ആ അമ്മയുടെ ഹെൽത്ത് കംപ്ലീറ്റ് സക്സസ് ആക്കിയെടുത്തു. അങ്ങനെ പെട്ടെന്നൊരു ദിവസം, ഏകദേശം ഞാനിപ്പോൾ ഈ ലക്ഷ്മിനെ കണ്ടതിൻ്റെ 5-6 ദിവസം മുമ്പ് അമ്മ പെട്ടെന്ന് മരണപ്പെട്ടു. പെട്ടെന്ന് അമ്മ മരണപ്പെട്ടു പോയി. കാരണം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ഈ അമ്മ മരണപ്പെട്ടതോട് കൂടിയിട്ട് ലക്ഷ്മി ആകെ തകർന്നു പോയി. കാരണം അമ്മ അത്രയും ഹെൽത്ത് സിറ്റുവേഷനിലേക്ക് അമ്മയെ തിരിച്ചു കൊണ്ടുവന്നിട്ട് വളരെ ഹാപ്പിയായി ഇരുന്ന ആ ഒരു സമയത്താണ് അമ്മ പെട്ടെന്നൊരു ദിവസം മരണപ്പെടുന്നത്. ഇതറിഞ്ഞ ലക്ഷ്മീൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും അമ്മയും ഒക്കെ വന്നിട്ട് ലക്ഷ്മി ആശ്വസിപ്പിച്ച്, അങ്ങനെ അവരും ലക്ഷ്മീൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ട്. അതായത് ആ സമയത്ത് ഹസ്ബൻഡിൻ്റെ വീട്ടുകാരൊക്കെ വെറുത്തിട്ട് ഈ അമ്മയെ നോക്കാൻ വേണ്ടി വന്നതാണ് ലക്ഷ്മി. പക്ഷേ ലക്ഷ്മിയുടെ അമ്മ മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ അവരതെല്ലാം മറന്നിട്ട് ലക്ഷ്മീൻ്റെ അടുത്ത് വന്നിട്ട് ലക്ഷ്മീനെ ആശ്വസിപ്പിച്ചിട്ട് അവരവരുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ എന്നോട് യാത്ര പറഞ്ഞു. അതായത് അവരവരുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം അമ്മ മരിച്ചതോട് കൂടിയിട്ട് ആ ലക്ഷ്മീൻ്റെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം അവരെ തിരിച്ചു വിളിച്ചു. അപ്പോൾ ലക്ഷ്മി തിരിച്ചു പോയി. എന്താ ഞാൻ ഇത് പറഞ്ഞതെന്നല്ലേ, അമ്മയും മകളും തമ്മിലുള്ള ആ ഒരു ബോണ്ട് ഉണ്ടല്ലോ, അതെനിക്ക് എന്തോ ഒരു പ്രത്യേകത ഉള്ളതായിട്ട് തോന്നി. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഒരുപാട് സന്തോഷം. ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ഇതെങ്ങനെ ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരു തരത്തിൽ ഞാൻ പറഞ്ഞ് ഒപ്പിച്ചു.